ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അണ്ടർ കോട്ട് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് എനിക്ക് വന്ന കസ്റ്റമർ ആട്ടോ ഈ ഒരു മഹേന്ദ്ര XUV. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ കോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ടൈമാട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായിട്ടില്ലല്ലോ. ഇപ്പോൾ അണ്ടർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുവാണെങ്കിൽ നിങ്ങളുടെ വണ്ടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് മഴയത്ത് ഫുൾ ടൈം ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ചെയ്യണ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചേസ് ബ്ലാക്ക് ഒക്കെ നല്ല സാധനം എടുത്ത് ചെയ്യുക. ഞാൻ മിക്ക വണ്ടികളിലും ചെയ്തു വിടാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ബ്ലാക്കാണ്. ആ റബ്ബർ ബ്ലാക്ക് എന്ന് പറഞ്ഞ സാധനം നല്ല കോട്ടിംഗ് ആണ്. റബ്ബർ ബ്ലാക്ക് മുകളിലുള്ള കൂടിയ മെറ്റീരിയൽ ഇട്ട് നമ്മൾ വണ്ടി അണ്ടർ കോട്ടിങ് ചെയ്യുവാണെങ്കിൽ എന്നാ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിലൂടെ ഫുൾ ടൈം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ റോട്ടിൽ ഫുൾ ടൈം വെള്ളമായിരിക്കുമല്ലോ. നമ്മുടെ റോട്ടിൽ ഫുൾ ടൈം വെള്ളമായിരിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ത്രൂ ഔട്ട് ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കൂടിയ മെറ്റീരിയൽ റബ്ബർ ബ്ലാക്ക് പോലുള്ള കൂടിയ മെറ്റീരിയൽ ഇട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ തുരുമ്പ് അങ്ങനെ വരാണ്ടിരിക്കും. തുരുമ്പ് വരില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലാസ്റ്റ് മനസ്സിലാവും കേട്ടോ. ഈ വീഡിയോയിൽ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാണ് അടിക്കണത്. ഫുള്ള് കവർ ചെയ്ത് ഒരു നല്ല കട്ടിക്കാണ് ഈ പെയിൻറ്റ് അടിച്ചു വെച്ചേക്കണത്. നിങ്ങൾ ലാസ്റ്റ് വീഡിയോയ്ക്ക് എൻഡ് വരെ ഒന്ന് കണ്ടു നോക്കിയേ. ഇത് നമ്മൾ അടിക്കണതിന് മുമ്പുള്ള സംഭവമാണ് കേട്ടോ. അടിക്കണതിന് മുമ്പ് ഇതുണ്ടോ, ഫെൻഡർ ലൈനറിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഷോക്കിൻ്റെ അവിടെയും അതുപോലെ ഈ പറഞ്ഞ പോലെ സെൻറ്റർ പോർഷനും സൈഡ് പോർഷനും അടിയിൽ ഫുള്ള് ഇതേപോലെ എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്, അത് നിങ്ങൾ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫുള്ള് നല്ല കട്ടിക്കാണ് ഈ സാധനം അടിച്ചു വെച്ചേക്കണത്. ചില വണ്ടികളിൽ നമ്മൾ ഈ അണ്ടർ കോട്ടിങ് ചെയ്യാൻ നേരത്ത് കുറേ തുരുമ്പുകൾ അതുപോലെ തുരുമ്പ് പിടിച്ചേക്കണ സ്ഥലമൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ നമ്മൾ പുട്ടി അടിച്ചിട്ടാണ് ചെയ്യണത്. പുട്ടി അല്ലെങ്കിൽ MCയിൽ വെച്ചിട്ട് ആ ഹോള് അടയ്ക്കും. പിന്നെ വെൽഡ് ചെയ്യാൻ പാകത്തിനുള്ള വലിയ ഹോളാണെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്ത് അടച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് തുരുമ്പായതാണ്. വെള്ളത്തിൽ തുരുമ്പായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കിടന്നിട്ടേ അതിനകത്തുള്ള ചെളിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ എപ്പോഴും ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഒരു അണ്ടർ ബോഡി വാഷ് ചെയ്യണം. അണ്ടർ ബോഡി വാഷ് ചെയ്യാണ്ട് കിടക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അടിഭാഗത്ത് ഇങ്ങനെ തുരുമ്പ് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കും. തുരുമ്പ് പോയിട്ട് ഇങ്ങനെ ചെളി ഇങ്ങനെ പിടിച്ചിരിക്കും. ചെളി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ടൈമിൽ അവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും. അങ്ങനെ വെള്ളത്തിൻ്റെ ഈർപ്പം ഇങ്ങനെ പിടിച്ച് അവിടെ ഇങ്ങനെ തുരുമ്പായി മാറും. അങ്ങനെ ഒരു ഹോള് വന്നാണ് കേട്ടോ. ആ ഹോളിൽ ഞങ്ങൾ സീലൻറ്റ് വെച്ച് ഫുള്ള് കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടാണ് അണ്ടർ ബോഡി ഫുള്ള് അടിച്ചെടുത്തത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഫുൾ സംഭവമേ കവർ ചെയ്ത് അടിക്കണതിൻ്റെ കാര്യം. ഇന്നിപ്പോൾ കവർ ചെയ്യാനായിട്ട് എനിക്ക് ആ വണ്ടിയുടെ ഒരു മറ്റേ മൂടിയറിന് ഒരു കവറ് കിട്ടി കേട്ടോ. അത് വണ്ടിയുടെ ഓണർ എനിക്ക് തന്നതാണ്. അപ്പോൾ അത് കാരണം ഒരുപാട് കവർ ചെയ്യേണ്ടതൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ തന്നെ പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് മോളിക്കട മറ്റേ നമ്മുടെ പച്ച വലയങ്ങ് വിരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പെയിൻ്റ് അടിച്ചത്. ഈ വെള്ളവണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കവറിങ്ങൊക്കെ ശരിക്കും സൂക്ഷിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻറ്റ് ഇങ്ങനെ പാറി പിടിച്ചങ്ങ് നിൽക്കും. അപ്പോൾ ഈ വെള്ളവണ്ടി ശരിക്കും കവർ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ സ്പ്രേ ഇങ്ങനെ പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ ആദ്യം അടിക്കുമ്പോൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കില്ല. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നോക്കി കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ കുരു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്പ്രേ അടിച്ചിരിക്കണം. പിന്നീട് നമ്മളത് എന്ത് ചെയ്താലും പോകില്ല. അല്ലെങ്കിൽ പിന്നെ അത് ഫുള്ള് പോളിഷ് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് അടിക്കുവാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പിന്നെ മഴക്കാലത്തൊക്കെ നല്ലൊരു കാര്യമായിട്ടോ ഈ അണ്ടർ ബോഡി ചെയ്ത് വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചേസൊക്കെ തുരുമ്പ് പിടിക്കാതെയും അടിഭാഗമൊക്കെ ഒരുപാട് തരത്തിലുള്ള തുരുമ്പ് കാര്യങ്ങളൊക്കെ വരാതെ ഇരിക്കാൻ നല്ലോണം ചെയ്ത് വെച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ഈ മഴക്കട ഇങ്ങനെ ഇട്ട് ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഈ എപ്പോഴും ഈ സർവീസ് ചെയ്തുകൊണ്ട് നടക്കുന്ന വണ്ടി ആയിരിക്കണം. അണ്ടർ ബോഡി കണ്ടില്ലേ, കണ്ടോ, ഫുള്ള് കവർ ചെയ്ത് അടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.